ശുചിത്വ കേരളം സുന്ദര കേരളം ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശുചിത്വ മിഷൻ. എന്റെ കേരളം മാലിന്യമുക്തം. നമസ്കാരം. ഗ്രീൻ കേരള എക്സ്പ്രസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാനൊരു പാട്ട് പഠിച്ചിട്ടുണ്ട്, കൈതക്കാട്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പം തന്നാൽ ഇപ്പ പാടാം, ചക്കര തന്നാൽ പിന്നെ പാടാം. പണ്ടുകാലത്ത് മുത്തശ്ശിമാർ കുട്ടികൾക്ക് പാടിക്കൊടുക്കുന്ന ഒരു നാടൻ പാട്ടാണിത്. ഈ പാട്ടിൽ പറയുന്ന കൈത അത്ര ചില്ലറക്കാരനല്ല കേട്ടോ. 2004 സുനാമിയിൽ 965 കിലോമീറ്റർ വേഗത്തിലും 20 മീറ്റർ പൊക്കത്തിലും സുനാമി തിരമാലകൾ ആഞ്ഞടിച്ചപ്പോൾ ഒരു പരിധിവരെ തടഞ്ഞു നിർത്തിയത് ഈ കൈതക്കാടുകളും കണ്ടൽക്കാടുകളും ഒക്കെയായിരുന്നു. ദുരന്തങ്ങളെ നേരിടുന്നതിനായി പ്രകൃതിക്ക് അതിൻ്റെതായ ചില മാർഗങ്ങളുണ്ട്. നമ്മൾ പ്രകൃതിയെ ചൂഷണം ചെയ്യുകയും തകർക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇല്ലാതാകുന്നതും ഈ ദുരന്ത നിവാരണ പദ്ധതികൾ തന്നെയാണ്. ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ മറ്റൊരു അധ്യായം കൂടി ഇവിടെ ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ജഡ്ജസ് ഡോക്ടർ RVG മേനോൻ, ഡോക്ടർ വിനീത മേനോൻ, ഡോക്ടർ PP ബാലൻ, കൂടാതെ ഇന്ന് നമ്മോടൊപ്പം 2 അതിഥികളാണുള്ളത്. കേരള കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ശ്രീ KR വിശ്വംഭരൻ IAS, കൂടാതെ നമ്മുടെ പ്രിയ കഥാകാരൻ ശ്രീ KL മോഹനവർമ്മ. ചിലപ്പോൾ മലയാളിക്ക് വീടുകൾ പാർക്കാനുള്ള ഇടങ്ങൾ മാത്രമല്ല, തൊട്ട അയൽപക്കക്കാരെ വെല്ലുവിളിക്കാനും അസൂയപ്പെടുത്താനും അസ്വസ്ഥനാക്കാനുമൊക്കെയുള്ള പദവി കൂടിയാണ്. എന്നാൽ 2004 സുനാമി തിരമാലകൾ ആഞ്ഞടിച്ചപ്പോൾ കടലോരത്ത് പാർത്തിരുന്നവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ പദവികൾ മാത്രമല്ല, എല്ലുമുറിയെ പണിയെടുത്ത് സ്വസ്ഥമായി വന്ന് തലചായ്ക്കാനുള്ള ഇടം കൂടിയാണ്. സുനാമി ബാധിതർക്കായുള്ള പുനരധിവാസ പ്രവർത്തനങ്ങളുമായാണ് എറണാകുളം ജില്ലയിലെ എടവനക്കാട് ഗ്രാമപഞ്ചായത്ത് ഇന്ന് ഈ വേദിയിലേക്ക് എത്തുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം എടവനക്കാടിനെ ഈ വേദിയിലേക്ക്. എടവനക്കാട്ട് നിന്നും ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ VK ഇക്ബാൽ, സെക്രട്ടറി ശ്രീ KK ജോസഫ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ KR സുനിൽകുമാർ, BLTAS സബ് കമ്മിറ്റി ചെയർമാൻ ശ്രീ KS ശാന്തൻ. എടവനക്കാട് ഗ്രാമപഞ്ചായത്ത് എങ്ങനെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു? വൈപ്പിൻ ദ്വീപിന്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന എടവനക്കാട് ഗ്രാമപഞ്ചായത്ത് ഏഷ്യയിലെ തന്നെ അല്ലെങ്കിൽ ഏഷ്യ ഉപഭൂഖണ്ഡത്തിൽ ഏറ്റവും അധികം ജനസാന്ദ്രത കൂടിയ ഒരു ഗ്രാമം കൂടിയാണ്. 10.17 ചതുശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഈ ഗ്രാമപഞ്ചായത്തിൽ 24,856 ആണ് ജനസംഖ്യ. ഇവിടെ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലും അതുപോലെ വിദ്യാഭ്യാസ രംഗങ്ങളിലും ഉയർന്ന നിലവാരം പുലർത്തുന്ന ആളുകൾ ജീവിച്ചിരുന്ന പ്രദേശമാണ്. നമ്മുടെ സാംസ്കാരിക രംഗത്ത് PK ബാലകൃഷ്ണൻ്റെ ജന്മനാട് എടവനക്കാടാണ്. അതുപോലെ തന്നെ വൈസ് ചാൻസലർമാരായ CK കരീമും NA കരീമും നമ്മുടെ എടവനക്കാട് സ്വദേശികളാണ്. ഹൈക്കമ്മീഷണറായിരുന്ന ഡോക്ടർ VA സൈദോമതും എടവനക്കാട് സ്വദേശിയാണ്. അതുപോലെ തന്നെ എടവനക്കാട് 100 വയസ്സ് പൂർത്തിയാക്കിയ ഒരു ഗവൺമെൻറ് UP സ്കൂൾ നിലനിൽക്കുന്നുണ്ട്. കൂടാതെ 5 സ്കൂളുകൾ. എടവനക്കാടിന്റെ നാട്ടുകാഴ്ചകളിലേക്ക്. ഏഷ്യയിലെ തന്നെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ ദ്വീപസമൂഹമാണ് വൈപ്പിൻ. വൈപ്പിൻ ദ്വീപിൻ്റെ മധ്യഭാഗത്തുള്ള പ്രദേശമാണ് എടവനക്കാട് ഗ്രാമപഞ്ചായത്ത്. കൊച്ചി രാജാവ് തൻ്റെ പ്രധാനമന്ത്രിയായ പാലിയത്തച്ഛന് അട്ടിപ്പേറായി നൽകിയതാണ് ഈ പ്രദേശമെന്ന് കരുതിപ്പോരുന്നു. ഏകദേശം 1/2 ഭാഗവും കടലും കായലും ചുറ്റപ്പെട്ട ഈ പ്രദേശത്തിലെ ജനസംഖ്യ ഏകദേശം 25,000-ഓളം വരും. 10.17 ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തീർണമുള്ള ഈ കൊച്ചു ഗ്രാമത്തിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ കൃഷിയും മത്സ്യബന്ധനവുമാണ്. പഞ്ചായത്തിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം.
എടവനക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രത്യേകതകളിലൊന്നാണ് കണ്ണുപിള്ളക്കെട്ട്. ഈ കാണുന്നതാണ് എടവനക്കാട് ഗ്രാമപഞ്ചായത്തിലെ കണ്ണുപിള്ളക്കെട്ട്. വൈപ്പിൻ ദ്വീപസമൂഹത്തിലെ തന്നെ ഏറ്റവും വലിയ ചെമ്മീൻ കെട്ടാണ് ഇത്. ഏകദേശം 200 ഹെക്ടറോളം വിസ്തൃതിയുണ്ട് ഈ ചെമ്മീൻ കെട്ടിന്. അറബിക്കടലിനോട് ചേർന്ന് ഫലഭൂയിഷ്ടമായ പാടശേഖരങ്ങളാൽ നിറഞ്ഞ ഈ സുന്ദര ഗ്രാമത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇവിടുത്തെ സെന്റ് അംബ്രോസ് പള്ളി. അംബ്രോസ് പുണ്യവാളന്റെ നാമധേയത്തിൽ സ്ഥാപിതമായിട്ടുള്ള ഇന്ത്യയിലെ തന്നെ ഏക ദേവാലയമാണ് എടവനക്കാട്ടേത്. ഗ്രാമപഞ്ചായത്തിന്റെ കൂടുതൽ ഭാഗങ്ങളും വെള്ളം കയറി കിടക്കുന്നവയാണ്. ചെറിയ ചെറിയ തുരുത്തുകളിലായാണ് സാധാരണ കൃഷിക്കാരും മത്സ്യബന്ധന തൊഴിലാളികളുമടങ്ങുന്ന ജനവിഭാഗം താമസിക്കുന്നത്. എന്നാൽ ഒരുമയും പരസ്പര സഹകരണവും കൊണ്ട് സമ്പന്നരാണിവർ. ഇതുകൊണ്ടൊക്കെ തന്നെയാവണം സുനാമി പോലൊരു പ്രകൃതി ദുരന്തം വരുത്തിയ വിനാശത്തെ കൂട്ടായി ചെറുത്തു തോൽപ്പിക്കാൻ ഇവർക്കായതും. എന്തൊക്കെ സുസ്ഥിര വികസന പദ്ധതികളാണ് മുന്നോട്ട് വയ്ക്കാനുള്ളത്? ഞങ്ങൾ എടവനക്കാട് ഗ്രാമപഞ്ചായത്തെ സംബന്ധിച്ച് കഴിഞ്ഞ സുനാമിക്ക് ശേഷം അവിടെയുണ്ടായ ദുരിതങ്ങൾ അനുഭവപ്പെട്ട മുഴുവൻ ആളുകളെയും അധിവസിപ്പിക്കുന്ന ഒരു പദ്ധതിക്കാണ് ഞങ്ങൾ രൂപം കൊടുത്തത്. ആ ഒരു പദ്ധതിയാണ് ഞങ്ങൾ പ്രധാനമായും ഹൈലൈറ്റ് ചെയ്യുന്നത്. അതല്ലാതെ എന്തെങ്കിലും ഉണ്ടോ? പഞ്ചായത്തിൻ്റെ മറ്റ് തനത് ഫണ്ടും അതുപോലെ തന്നെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചുള്ള മറ്റ് പദ്ധതികളും ഇതിൽ ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നത് പുനരധിവാസം മാത്രമാണ്. നമുക്കിപ്പോൾ ഈ പദ്ധതികളെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടതുണ്ട്. പക്ഷെ അതിനു മുൻപായി നമുക്ക് വികസന ദൃശ്യങ്ങൾ കണ്ടിട്ട് മടങ്ങിയെത്താം. 2004 ഡിസംബർ 26 സുനാമി കേരളത്തിൽ ആഞ്ഞടിച്ച ദിവസം. എടവനക്കാട് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഈ ദിവസം ഒരിക്കലും മറക്കാനാവില്ല. കാരണം അന്നിവിടെ പൊലിഞ്ഞത് 5 വിലപ്പെട്ട ജീവനുകളാണ്. വീടും പുരയിടവും നഷ്ടപ്പെട്ടവർ വേറെ. ഈ ദുരന്തത്തിൽ നിന്ന് കരകയറാൻ ഗവൺമെൻറ് അനുവദിച്ചത് 12.5 കോടി രൂപയാണ്. ഈ തുക വളരെ മാതൃകാപരമായ രീതിയിൽ പുനരധിവാസ പ്രവർത്തനത്തിന് വേണ്ടി വിനിയോഗിച്ച കഥയാണ് പഞ്ചായത്തിന് പറയാനുള്ളത്. സുനാമി പുനരധിവാസത്തിനായി സ്പെഷ്യൽ പാക്കേജിൽ പെടുത്തി ലഭിച്ച ധനസഹായം പ്രധാനമായും ഭവന പുനർനിർമ്മാണത്തിനും ശുചിത്വ പ്രവർത്തനങ്ങൾക്കുമായാണ് ചിലവഴിച്ചത്. ഭവന നിർമ്മാണത്തിനായി നീക്കിവെച്ച തുക ഏകദേശം 186 കുടുംബങ്ങൾക്ക് വീട് പുതുക്കി പണിയുന്നതിനായി നൽകി. എടവനക്കാട് പഞ്ചായത്തിലെ വടക്കേതുരുത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. സുനാമി പൂർണ്ണമായും തൂത്തെറിഞ്ഞ ഒരു സ്ഥലമായിരുന്നു ഇത്. ഏകദേശം 14 കുടുംബക്കാർക്ക് ഇവിടെ പഞ്ചായത്ത് സ്വന്തം ചെലവിൽ വീട് വെച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ ഈ 14 കുടുംബങ്ങൾ ഇപ്പോൾ സന്തുഷ്ടരാണ്. അതിലൊരു ഗുണഭോക്താവാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്, ഉമ്മറേട്ടൻ. ഇപ്പോൾ ഈ സുനാമി പാക്കേജിൻ്റെ ഇതിൽ വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഈ റോഡ്, വെള്ളം, വീട്, എല്ലാ വീടുകളും 500 മീറ്ററിനുള്ളിലുള്ള എല്ലാ വീടുകളും പണിത് തന്നു. പിന്നെ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മഴയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് മാറി താമസിക്കേണ്ട അവസ്ഥയാണ്. പക്ഷേ ഞങ്ങൾക്ക് ഒരു ഇതില്ലാത്ത ഞങ്ങൾ ഈ മീൻപിടുത്തം ആയിട്ട് കഴിയുന്നതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് വേറെ സ്ഥലത്തൊന്നും മാറി താമസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഇതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ അങ്ങനെ കഴിയണം എന്ന് പറഞ്ഞാൽ ഒരു വിരുന്നുകാർ പോലും ഇവിടെ വരില്ല. അത്ര ഇതായിരുന്നു ഇവിടെ. ഗ്രാമപഞ്ചായത്ത് സുനാമി ഫണ്ട് ഉപയോഗിച്ച് നടത്തിയ അടിസ്ഥാന സൗകര്യ വികസനവും ശുചിത്വ പ്രവർത്തനങ്ങളും ശ്ലാഘനീയമാണ്. സുനാമി മൂലം കേടുപാടുകൾ വന്ന റോഡുകൾ പുതുക്കിപ്പണിയുകയും ചതുപ്പ് നിറഞ്ഞ തുരുത്തുകളിലേക്ക് പുതിയ ടാർ റോഡുകൾ നിർമ്മിക്കുകയും ചെയ്തു. ഭാവിയിൽ സുനാമി പോലുള്ള പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിനായി കടപ്പുറവുമായി ബന്ധിപ്പിക്കുന്ന പൊയിലുകളിൽ പാലങ്ങളും പണിതിട്ടുണ്ട്. എടവനക്കാട് പഞ്ചായത്തിലെ സുനാമി ദുരന്ത നിവാരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വീട് ലഭിച്ച ഒരു ഗുണഭോക്താവായ മോജി ചേച്ചിയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. ചേച്ചി, ഇപ്പം ഈ സുനാമി വരുന്നതിന് മുമ്പ് ഇവിടെയുള്ള അവസ്ഥ എങ്ങനെയായിരുന്നു? സുനാമി വരുന്നതിന് മുമ്പ് എടവനക്കാട് പഞ്ചായത്ത് എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ലാത്ത പഞ്ചായത്തായിരുന്നു. ഇവിടുത്തെ ആൾക്കാർക്ക് തന്നെ ഇഷ്ടമല്ലേ? ഇല്ല, ആകെ ചെളിഞ്ഞു കിടക്കണ ഗ്രാമമായിരുന്നു. റോഡില്ല, വീടാണെങ്കിൽ കുറച്ച് പേർക്കൊക്കെ നല്ല വീടുകളുണ്ടായിരുന്നുള്ളൂ. പിന്നൊക്കെ എല്ലാവർക്കും ഓല വീടുകളും സൗകര്യമില്ലാത്ത വീടുകളൊക്കെ തന്നെയായിരുന്നു. റോഡൊന്നും ഉണ്ടായിരുന്നില്ല, ശരിയായ നടപ്പൊഴി പോലും ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് സുനാമി വന്ന് ഒരു 5 മരണങ്ങൾ എടവനക്കാട് പഞ്ചായത്തിൽ സംഭവിച്ച് അതിനുശേഷം 12.5 കോടി ഫണ്ട് അനുവദിച്ചു. അതാണ് ഇത്രയും വീടുകളും ഇത്രയും നല്ല